Dear students, ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 2 ഫ്രം ട്രേഡ് ടു പവർ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ രേഖ ടീച്ചർ SNDSY UP സ്കൂളിൽ നിന്ന്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തെന്ന് വെച്ചാൽ യൂറോപ്പിൽ നിന്ന് കുറച്ച് യൂറോപ്യൻസ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ വന്നിരുന്നു അല്ലേ? അതാരൊക്കെയായിരുന്നു? പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 യൂറോപ്യൻസിൻ്റെ പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇവരെന്തിനാണ് ഇന്ത്യയിൽ വന്നത്? ട്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലേ? പുതിയ സീ റൂട്ട്സിലൂടെ അവർ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, ഇവർ വന്നിട്ട് ഇവർ ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസിൽ കുറേ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചു അല്ലേ? കച്ചവട കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചു. കാരണം അവർക്ക് സീയിലൂടെയാണല്ലോ അവർ വന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എളുപ്പത്തിൽ വന്ന് പോകാനായിട്ട് ഈ കോസ്റ്റൽ റീജിയൻസ് ആയിരുന്നു അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് അവർ ഈ കോസ്റ്റൽ റീജിയൻസിൽ തന്നെ അവിടെ കച്ചവട കേന്ദ്രങ്ങൾ, ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചത്. അങ്ങനെ ഇവിടെ കച്ചവടത്തിന് വന്ന ഈ യൂറോപ്യൻസ് തമ്മിൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ അവർ തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷനായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു കോമ്പറ്റീഷൻ? മോണോപോളി ഓഫ് ട്രേഡിന് വേണ്ടി. ട്രേഡ് കച്ചവടത്തിനുള്ള കുത്തക അവകാശം കിട്ടുന്നതിന് വേണ്ടി. എന്നാൽ പോർച്ചുഗീസുകാർ പറഞ്ഞു അവർക്ക് വേണം ഇവിടുത്തെ മോണോപ്പോൾ, അവരാണ് ഇവിടെ കൂടുതൽ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ബാക്കി യൂറോപ്യൻസിനെക്കാട്ടും ഡച്ചുകാർക്ക് അല്ല, അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള അധികാരം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞു അല്ല അവർക്ക് വേണം എന്ന്. ഫ്രഞ്ചുകാർ പറഞ്ഞു ഇല്ല അവർക്ക് വേണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ യൂറോപ്യൻസ് തമ്മിൽ എപ്പോഴും ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് നടന്നിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം അതെന്തൊക്കെയായിരുന്നു. പോർച്ചുഗീസുകാർ തുടക്കത്തിലേ തന്നെ അവർക്ക് ഈ മറ്റ് യൂറോപ്യൻസിനോടൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റിയില്ലായേ. കാരണം എന്താ? അവരുടെ കയ്യിൽ മിലിറ്ററി പവർ വളരെ ലെസ് ആയിരുന്നു. കാരണം മറ്റ് യൂറോപ്യൻസിനൊക്കെ വളരെ അഡ്വാൻസ്ഡ് മിലിറ്ററി പവർ ആയിരുന്നെങ്കിൽ ഈ പോർച്ചുഗീസ് ഹാഡ് ഓൺലി ലെസ് മിലിറ്ററി പവർ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അതർ യൂറോപ്യൻസ്. അതുമാത്രമല്ല, ഈ പോർച്ചുഗീസുകാർക്ക് നേറ്റീവ് ഫോഴ്സിൽ നിന്ന്, നമ്മുടെ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു. കാരണം അവരുടെ ചെറുത്ത് നിൽപ്പിനെ അതിജീവിക്കാൻ ഈ പോർച്ചുഗീസുകാർക്ക് സാധിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോർച്ചുഗീസുകാർ തുടക്കത്തിലെ തന്നെ കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ അവർ ഇന്ത്യയിട്ട് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യാൻ അധികാരം നേടാൻ ആഗ്രഹിച്ച മറ്റ് യൂറോപ്യൻസ് ആയിരുന്നു നമ്മുടെ ഡച്ചുകാർ. ഈ ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അധികം ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് അധികം നാൾ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ത്യ വിട്ട് പോകേണ്ടതായിട്ട് വന്നു. അതെങ്ങനെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഡച്ചിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ട്രാവൻകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ആർമിയോട് ഈ ഡച്ചുകാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കൊളച്ചിൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് 1741 ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചു. ഡച്ചുകാരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി. അപ്പോൾ പോർച്ചുഗീസുകാർക്കും ഇന്ത്യയിൽ കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവർക്ക് ട്രേഡിനുള്ള മോണോപോളി നേടാൻ സാധിച്ചില്ല. അവർ അവകാശം നേടാൻ സാധിച്ചില്ല. അതേപോലെ ഡച്ചുകാർക്കും മോണോപോളി നേടാൻ സാധിച്ചില്ല. ഇനിയുള്ള യൂറോപ്യൻസ് ആരൊക്കെയായിരുന്നു? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും അല്ലേ? നമുക്ക് നോക്കാം. അതെ, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും നമ്മൾ എപ്പോഴും ഭയങ്കര യുദ്ധമായിരുന്നു. എന്തിനു വേണ്ടി? മോണോപോളി ഓഫ് ട്രേഡിന് വേണ്ടി. കച്ചവടം ചെയ്യാനുള്ള അവകാശം, ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇവർ തമ്മിൽ എപ്പോഴും നിരന്തരം ഭയങ്കര യുദ്ധമായിരുന്നേ. ഇവർ തമ്മിൽ ഈ യുദ്ധം ചെയ്യുന്നത് ഏത് റീജിയനിലായിരുന്നെന്നറിയാം? എപ്പോഴും ഇവർ സൗത്ത് ഇന്ത്യയിലായിരുന്നല്ലോ അവർ ട്രേഡ് സെൻറ്റേഴ്സൊക്കെ സ്ഥാപിച്ചിരുന്നത്. ഈ ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് എല്ലാം ഈ റീജിയനിലായിരുന്നു എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഈ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാടു, പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശ്, അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ റീജിയനെ പണ്ട് അറിഞ്ഞിരുന്നത് കർണാട്ടിക് റീജിയൻ എന്നാണ്. എന്ത് റീജിയൻ എന്നാണ് അറിഞ്ഞിരുന്നത്? കർണാട്ടിക് റീജിയൻസ് എന്നാണ് ഇത് അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ വെച്ച് നടത്തിയ യുദ്ധത്തിന് എന്ത് യുദ്ധം എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്? കർണാട്ടിക് വാർസ്. കർണാട്ടിക് വാർസ്. The series of conflict between the French and the English in South India regarding the monopoly of trade is known as Carnatic Wars. അപ്പോൾ കർണാട്ടിക് വാർസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായ ഒരു നിരന്തര കോൺഫ്ലിക്റ്റ്. ഒരു പ്രാവശ്യമല്ല, അവർ കുറേ പ്രാവശ്യം ഇങ്ങനെ യുദ്ധങ്ങൾ നടന്നിരുന്നേ. ആ കോൺഫ്ലിക്റ്റ് എവിടെ വെച്ച് നടന്ന യുദ്ധമാണ്? കർണാട്ടിക് റീജിയനിൽ വെച്ച് നടന്ന ആ യുദ്ധം. എന്തിനു വേണ്ടിയാണ് അവർ ആ യുദ്ധം നടത്തിയത്? ഫോർ ഗെറ്റിംഗ് ദ മോണോപോളി ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ
ട്രേഡ് കച്ചവടം ചെയ്യാനുള്ള ആ അവകാശം കിട്ടുന്നതിന് വേണ്ടി ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ ആ യുദ്ധത്തിനെയാണ് എന്ത് പറയുന്നത്, കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആര് ജയിച്ചു എന്നറിയാവോ? ഈ മോണോപ്പൊളി ഓഫ് ട്രേഡ് ആര് നേടിയെന്നറിയാവോ? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ ആ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? അതെ, ഇംഗ്ലീഷുകാരാണ് ജയിച്ചത്. ഇംഗ്ലീഷ് ഗെയിൻ ദ മോണോപ്പൊളി ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ തോപ്പിച്ചിട്ട് അവർ മോണോപ്പൊളി ഓഫ് ട്രേഡ് നേടിയെടുത്തു. എങ്ങനെയാണ് അവർക്കത് നേടാൻ സാധിച്ചത്? കാരണം അവരുടെ അഡ്വാൻസ് മിലിറ്ററി പവർ ഉണ്ടല്ലേ. അതേപോലെ അത് മാത്രമല്ല, അവരുടെ ആ സൈന്യമൊക്കെ നയിച്ചിരുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സും ആയിരുന്നു അല്ലേ. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് എളുപ്പത്തിൽ ഫ്രഞ്ചുകാരെ തോപ്പിച്ചിട്ട് മോണോപ്പൊളി ഓഫ് ട്രേഡ് നേടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ അവർ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരം കിട്ടി. അവർക്ക് ആ അധികാരം കൊടുത്തത് ആരാണെന്നറിയോ? നമ്മുടെ മുഗൾ എംപറർ ജഹാംഗീർ. ബ്രിട്ടീഷുകാരുടെ റെപ്രസെൻറ്റേറ്റീവായ വില്യം ഹോക്കിൻസ് നമ്മുടെ മുഗൾ എംപറർ ജഹാംഗീറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിച്ചു. ഇന്ത്യയിൽ കച്ചവടം തുടർന്ന് ചെയ്തോട്ടെ എന്നുള്ള പെർമിഷനൊക്കെ വാങ്ങിച്ചു അവരുടെ കച്ചവടം അങ്ങോട്ട് തുടങ്ങി. കച്ചവടത്തിനുള്ള അവകാശമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരാഗ്രഹം എന്താ? ഇന്ത്യ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് സ്വന്തമാക്കിയാലോ, ഭരണം പതുക്കെ അഡ്മിനിസ്ട്രേഷൻ അങ്ങോട്ട് ഏറ്റെടുത്താലോ, ഇന്ത്യ പതുക്കെ അവരുടെ കൈകളിലോട്ട് ആക്കിയാലോ, റൂൾ അവർക്ക് ഭരണം അങ്ങോട്ട് കിട്ടണം എന്നൊക്കെ മോഹമൊക്കെ തുടങ്ങി. അങ്ങനെ അവരുടെ ആദ്യത്തെ കണ്ണ് ഇന്ത്യയുടെ ഏത് ഭാഗത്തായിരുന്നെന്നറിയോ? ഇന്ത്യയുടെ ഒരു പ്ലേസ് അവർക്ക് പിടിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അവിടുത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അവരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞുതരാം ഏതാണ് ആ ഭാഗം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആദ്യം അവർ അട്രാക്ട് ചെയ്ത പ്ലേസാണ് ബംഗാൾ. നെയിം ദ പ്ലേസ് ഇൻ ഇന്ത്യ ദാറ്റ് ഫസ്റ്റ് കെയിം അണ്ടർ ദ പവർ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൽ വന്ന എന്നുവെച്ചാൽ അവരുടെ പവറിൻ്റെ കീഴിൽ വന്ന ആദ്യത്തെ ഇന്ത്യയിലെ പ്ലേസ് ആയിരുന്നു എന്ത്? ബംഗാൾ. അവർക്ക് ആ ബംഗാള് പിടിച്ചെടുക്കാൻ വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്തത്, ആ ബംഗാളിലോട്ട് അവർക്ക് തോന്നിയ അട്രാക്ഷൻ എന്തായിരുന്നു? എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്തത് ബംഗാൾ തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി? കാരണം എന്തായിരുന്നെന്നറിയോ? ബംഗാൾ വളരെ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഉള്ള പ്ലേസ് ആയിരുന്നു. കൃഷിക്ക് അനുയോജ്യമായ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. കൂടാതെ അവിടെ ട്രേഡ് ചെയ്യാനുള്ള എല്ലാ കൺവീനിയൻറ്റ് ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അനുയോജ്യമായ കച്ചവട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് അവർക്ക് ബംഗാളിലോട്ട് അട്രാക്ഷൻ തോന്നുകയും അവർ ബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അവർ ബംഗാൾ പിടിച്ചെടുത്തു. എങ്ങനെയാണ് അവർ ബംഗാൾ പിടിച്ചെടുത്തത്? 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളുണ്ടായിരുന്നു അല്ലേ. അതേതൊക്കെയാണ് ടീച്ചർ പറഞ്ഞുതരാം. ബാറ്റിൽ ഓഫ് പ്ലാസ ഇൻ 1757 ആൻഡ് ബാറ്റിൽ ഓഫ് ബുക്സാർ ഇൻ 1764. ഈ 2 യുദ്ധത്തിലൂടെയാണ് അവർ ബംഗാൾ കീഴടക്കിയത്. അപ്പോൾ നമുക്ക് ഈ യുദ്ധങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സാഹചര്യം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസ ഇൻ 1757. ഈ ബാറ്റിൽ ഓഫ് പ്ലാസ അതെങ്ങനെയാണ് എന്താണ് അതിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം എന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരായേ. ഈ 1757 കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത് സിറാജ് ഉദ് ദൗള എന്ന് പറഞ്ഞ നവാബായിരുന്നു. ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. 1757 ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹമായിരുന്നു അവിടുത്തെ നവാബ്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ അവിടെ കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. കച്ചവടമൊക്കെ ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയാം ബ്രിട്ടീഷുകാർക്കാണ് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള മോണോപ്പൊളി കിട്ടിയതെന്ന് നമുക്കറിയാം അല്ലേ, അവകാശം കിട്ടിയത്. അപ്പോൾ അവരവിടെ ഇന്ത്യയുടെ പല ഭാഗത്തും കച്ചവടം ചെയ്തിരുന്നു. അങ്ങനെ ഈ കച്ചവടത്തിന് വേണ്ടി വന്ന, ട്രേഡിന് വേണ്ടി ബംഗാളിൽ വന്ന ഈ ബ്രിട്ടീഷുകാരുടെ കണ്ണ് ബംഗാളിൽ ഉണ്ടായിരുന്നു. ടീച്ചർ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ, അവിടുത്തെ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റിയും കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റിയും ഒക്കെ ഈ ബംഗാളിനെ ഈ ബ്രിട്ടീഷുകാരിലേക്ക് അട്രാക്റ്റ് ചെയ്തു. കൂടാതെ എന്ത് സംഭവിച്ചു എന്ന്, മെയിൻ റീസൺ, ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ കൊൽക്കട്ടയിൽ സിറാജ് ഉദ് ദൗലയുടെ അനുവാദം കൂടാതെ അവരൊരു ഫോർട്ട്, ഒരു കൊട്ടാരം അവിടെ കെട്ടി. അവരുടെ ട്രേഡിന് വേണ്ടിയുള്ള ഒരു കച്ചവടത്തിൻ്റെ ആവശ്യത്തിന്, അങ്ങനെയുള്ള കാര്യത്തിന്, അവരുടെ ഓഫീസേഴ്സിന് താമസിക്കാൻ, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അവരൊരു ഫോർട്ട് നവാബിൻ്റെ അനുവാദം കൂടാതെ കൊൽക്കട്ടയിൽ കെട്ടി. ഇത് നമ്മുടെ സിറാജ് ഉദ് ദൗലക്ക് അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ മറ്റൊരു ഫോറിനർ വന്ന ഒരു ബിൽഡിംഗ് കെട്ടുക എന്ന് വെച്ചാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്തു? യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ ചെയ്ത തെറ്റാണ്. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ സമയത്ത് ഒരു വളരെ മോശമായ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ സിറാജ് ഉദ് ദൗലയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്നു മീർ ജാഫർ.
സിറാജുദ്ദൗലയുടെ ബംഗാളിലെ നവാബായ ബംഗാളിലെ റൂളറായ സിറാജുദ്ദൗലയുടെ സൈന്യത്തിൻ്റെ ചീഫായിരുന്നു ആര്? മീർ ജാഫർ. ഈ മീർ ജാഫർ ഒരു മോശം പണി ചെയ്തു. എന്ത് മോശം പണി എന്ന് വെച്ചാൽ മീർ ജാഫർ എന്ത് ചെയ്തെന്നറിയോ? അന്നേരം ബംഗാളിലെ ബ്രിട്ടീഷുകാരുടെ ആർമിയുടെ കമാൻഡറായ റോബർട്ട് ക്ലൈവുമായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്തി, ഒരു സീക്രട്ട് അലയൻസിലെത്തി. ആരുമായിട്ടാണ്? ബ്രിട്ടീഷുകാരുടെ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായ റോബർട്ട് ക്ലൈവുമായിട്ട് മീർ ജാഫർ ഒരു സീക്രട്ട് അലയൻസിൽ ഏർപ്പെട്ടു. എന്തായിരുന്നു സീക്രട്ട് അലയൻസ്? ഒരു രഹസ്യ ധാരണ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ അവർ യുദ്ധം നടത്തുമ്പോൾ അതൊരു ഫേക്ക് യുദ്ധമായിരിക്കണം, ഒരു ഫോർജ്ഡ് യുദ്ധമായിരിക്കണം, ഒരു കറക്റ്റ് ആക്ച്വൽ യുദ്ധമായിരിക്കില്ല. ആ യുദ്ധത്തിൽ സിറാജുദ്ദൗലയുടെ ആർമിയെ മനഃപൂർവ്വം മീർ ജാഫർ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സിറാജുദ്ദൗല നവാബ് ബംഗാളിലെ ആ ആർമി സിറാജുദ്ദൗലയുടെ ആർമിയെ തോൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ബംഗാളിൻ്റെ തന്നെ ലീഡറായ സൈന്യത്തിൻ്റെ മേധാവിയായ മീർ ജാഫർ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയായിരുന്നു ധാരണ. അങ്ങനെ തോൽപ്പിച്ചു. ബംഗാളിലെ നവാബ് തോറ്റാൽ പകരം ആര് നവാബാക്കാം? സിറാജുദ്ദൗലനെ തോൽപ്പിച്ചിട്ട് മീർ ജാഫറിനെ അവിടുത്തെ നവാബാക്കാം എന്ന ധാരണ ബ്രിട്ടീഷുകാരും മീർ ജാഫറും തമ്മിൽ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് സിറാജുദ്ദൗലയുടെ ആർമിയെ തോൽപ്പിക്കുകയും ബ്രിട്ടീഷുകാർ അവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്ലേസ് കോൺകർ ചെയ്യുകയും ചെയ്തു. Finally, British won the Battle of Plassey, defeating the Sirajuddaula, the Nawab of Bengal in 1757. കണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സൈന്യത്തിൻ്റെ ആ ഒരു സൈനിക ശക്തി കൊണ്ടാണോ ഈ ബ്രിട്ടീഷുകാർ സിറാജുദ്ദൗലനെ തോൽപ്പിച്ചത്? അല്ല അല്ലേ? ഒരു സീക്രട്ട് അലയൻസ്, ഒരു തെറ്റായ ഒരു കള്ളത്തരത്തിലൂടെയാണ്, ചതിവിലൂടെയാണ് അവരവിടെ ബംഗാളിൽ ആദ്യം അവരുടെ അധികാരം സ്ഥാപിച്ചത് അല്ലേ? പക്ഷേ ഇപ്പോൾ അവർക്ക് ബംഗാളിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. പിന്നീട് വേറെ കുറച്ച് യുദ്ധങ്ങളും കൂടി നടന്നു. ആ യുദ്ധങ്ങളിലൂടെ അവർ ബംഗാളിൻ്റെ മുഴുവൻ ഭാഗവും കീഴടക്കി. ആ യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാറ്റിൽ ഓഫ് ബുക്സാർ എന്നാണ് പറയുന്നത്. 1764 ആ ഒരു ടൈം പീരീഡിലാണ് ആ യുദ്ധം നടന്നത്. ഈ ഒരു യുദ്ധത്തിലൂടെ ബാറ്റിൽ ഓഫ് ബുക്സാർ എന്നുള്ള ആ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ അവരുടെ മിലിറ്ററി പവറിൻ്റെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ തുടങ്ങി. കാരണം നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ ഉണ്ടല്ലേ. അന്നേരം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇല്ലാത്തതായിട്ടുള്ള കാനൻ, പീരങ്കികൾ, പിന്നെ ഗൺ പൗഡർ, വെടിമരുന്ന്, അങ്ങനെയുള്ള പിന്നെ ഹോൾസ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയിൽ ഉണ്ടായിരുന്നു. ഈ മിലിറ്ററി പവറിൻ്റെ സുപ്പീരിയോറിറ്റി കൊണ്ട് ഇവരെന്ത് ചെയ്ത് നമ്മുടെ ബംഗാളിലെ ബാക്കിയുള്ള ലീഡേഴ്സിനെയൊക്കെ അവർ തോൽപ്പിച്ചു. ആരെയൊക്കെയാണ് ഇവർ തോൽപ്പിച്ചതെന്ന് വെച്ചാൽ മുഗൾ എംപററായ ഷാലം, ഔദിലെ നവാബായ സുജാഉദ്ദൗല, അതേപോലെ ബംഗാളിലെ അന്നേരം ഉണ്ടായിരുന്ന നവാബായ മീർ ഖാസിം. ഇങ്ങനെ ഇവരുടെ 3 പേരുടെയും ഈ കമ്പൈൻഡ് ഫോഴ്സിനെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത് ബാറ്റിൽ ഓഫ് ബുക്സാറിലൂടെ. അപ്പോൾ ഈ 2 ബാറ്റിലൂടെ, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബുക്സാർ, ഈ 2 യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബംഗാൾ മുഴുവൻ അവരുടെ കൈകളാക്കി. നോക്കിയേ, ഇത് കണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള മാപ്പാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ബുക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്ന ഇന്ത്യയുടെ മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കളറിൽ കണ്ട, ഓറഞ്ച് ഈ ഒരു കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്ലേസ് മൊത്തം ബ്രിട്ടീഷുകാരുടെ കീഴിലായതാണ്. ഓക്കെ കുട്ടികളെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.